മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഒരു സ്ത്രീ രംഗത്ത് വന്നിരിക്കുന്നു. മറ്റാരുമല്ല, മേയറുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടേണ്ടി വന്ന യദുവിന്റെ അമ്മ. ഒരു വിവാഹ സൽക്കാരം കഴിഞ്ഞ് നട്ടപ്പാതിരാക്കി വരുന്ന മേയറെയും കുടുംബത്തെയും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാത്തത് എന്ത് എന്ന് യദുവിന്റെ അമ്മ ചോദിക്കുന്നു. തികച്ചും ന്യായമായ ചോദ്യം. എന്റെ മകൻ ചെയ്തത് അവന്റെ ഡ്യൂട്ടിയാണ്. അവർ ഒരു സൽക്കാരവും കഴിഞ്ഞാണ് വന്നത്. അവനെ പരിശോധിക്കാമെങ്കിൽ, ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന അവനെ പരിശോധിക്കാമെങ്കിൽ, സൽക്കാരം കഴിഞ്ഞുവന്ന് അവരെയും പരിശോധിക്കേണ്ടിയിരുന്നു എന്നാണ് അമ്മയുടെ അഭിപ്രായം. KSRTC ബസ് തടഞ്ഞു നിർത്തി മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും വാക്കേറ്റമുണ്ടാക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി ഡ്രൈവർ HL യദുവിന്റെ അമ്മ രംഗത്ത്. ഇത്രയും പൊക്കത്തിലിരുന്ന ബസ് ഓടിക്കുന്ന യദു കൈ കാണിക്കുന്നത് ഇവർ എങ്ങനെ കണ്ടു എന്നാണ് അമ്മയുടെ ചോദ്യം. അക്കാര്യത്തിൽ അവർ കൃത്യമായി മറുപടി നൽകണമെന്നും അമ്മ ആവശ്യം ഉന്നയിക്കുന്നു. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് യദുവിന്റെ അമ്മ ഇത്തരത്തിൽ പ്രതികരിച്ചത്. രണ്ട് പാർട്ടിക്കാരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. അങ്ങനെയുള്ളപ്പോൾ മകനെ മാത്രം പരിശോധിച്ച് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കി. അവർ ഒരു വിവാഹ പാർട്ടി കഴിഞ്ഞാണ് വരുന്നത്. അവരെ എന്തുകൊണ്ട് പരിശോധിച്ചില്ല? മകൻ കൊടുത്ത പരാതി മാത്രം സ്വീകരിക്കാതെ അവരുടെ പരാതി സ്വീകരിച്ചു. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവർ നിന്റെ തന്തയുടെ വകയാണോ റോഡ് എന്നാണോ ചോദിക്കുക? അവർ ഒരു മേയറായി ഇരുന്നുകൊണ്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത്? മകൻ ഇതുവരെ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് അമ്മ പറയുന്നു. അതേസമയം ഡ്രൈവറുടെ ഭാഗത്തല്ല പിഴവ് എന്ന നിലയിലുള്ള ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. യാത്രക്കാരുടെ പ്രതികരണങ്ങളും ഡ്രൈവർക്ക് അനുകൂലമാണ്. എന്നാൽ മേയറെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഡ്രൈവറെ പഴിചാരി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് KSRTC അധികൃതർ എന്നും സൂചനയുണ്ട്. സംഭവത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ ഇടപെട്ട അന്വേഷണം നടത്തിയിരുന്നു. യാത്രക്കാരിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു. ആരും ഡ്രൈവറെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ. വിജിലൻസ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മന്ത്രിക്ക് കൈമാറി. എന്നാൽ CPM നിലപാടിനെതിരെ നീങ്ങണ്ട എന്നാണ് നിലവിലെ തീരുമാനമെന്ന് കേൾക്കുന്നു. VMS-ഉം കോൺഗ്രസ് അനുകൂല സംഘടനയായ TDF-ഉം ഡ്രൈവർക്ക് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനൊപ്പം നിൽക്കുക എന്നുള്ള ഒരു നിലപാട് KSRTC സ്വീകരിക്കുമോ എന്നതാണ് അറിയേണ്ടത്. എന്തൊക്കെയായാലും ഇത്രയും ദിവസങ്ങളായി, ഈ 2-3 ദിവസങ്ങളായിട്ട് യദുവിന് വേണ്ടി ആരും ശബ്ദമുയർത്തി കേട്ടിട്ടില്ല. പലരും നിശബ്ദമായി അനുകൂലിക്കുന്നുണ്ട്. ആരും യദുവിനെതിരെ പറയുന്നില്ല. പക്ഷെ ഇത്തരത്തിൽ ശക്തമായ പ്രതികരണവുമായി യദുവിന്റെ അമ്മ തന്നെ ഒടുവിൽ സഖികെട്ട് പുറത്തു വന്നതായിരിക്കും. ആ അമ്മ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ഒരു പൊതു സ്ഥലത്ത്, ഒരു പൊതു ഇടത്ത് മേയറെ പോലെയുള്ള ഒരാൾ ഇത്തരത്തിലൊരു വാക്കേറ്റത്തിൽ ഏർപ്പെടുമ്പോൾ, മേയർക്ക് മറ്റു മാർഗങ്ങൾ മുന്നിലുണ്ടായിരുന്നപ്പോൾ ഇത്തരത്തിലൊരു വാക്കേറ്റത്തിൽ ഏർപ്പെടുമ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിലൊരു പരിശോധന അവരുടെ ഭാഗത്തേക്കും വേണ്ടിയിരുന്നു. പിന്നെ മറ്റൊന്ന്, ഔദ്യോഗിക വാഹനത്തിലായിരുന്നില്ല മേയറുടെ സഞ്ചാരം. മേയർ സ്വകാര്യ വാഹനത്തിലാണ് സഞ്ചരിച്ചത്. പക്ഷേ അപ്പോഴും മേയർ പരാതി നൽകുമ്പോൾ മേയർ തിരുവനന്തപുരം എന്ന് തന്നെയാണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. അത് എങ്ങനെ വരും എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. അതൊരിക്കലും ശരിയായ ഒരു രീതിയില്ല. ഒരു തികച്ചും ഒരു സാധാരണക്കാരിയെ പോലെ യാത്ര ചെയ്ത അവസരത്തിൽ മേയറുടെ അഡ്രസ്സിൽ എങ്ങനെയാണ് മേയർ തന്റെ പരാതി കൊടുക്കുക എന്ന ഒരു ചോദ്യവും കഴിഞ്ഞ ദിവസം ഉന്നയിക്കപ്പെട്ട് കേട്ടിരുന്നു. എന്തൊക്കെയായാലും ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് വേണ്ടി നിൽക്കേണ്ട ഈ സംസ്ഥാനത്തെ ഭരണാധികാരികൾ ഇങ്ങനെ സാധാരണക്കാരായ ജനത്തിനെതിരെ നിൽക്കുമ്പോൾ ഇവരെയൊക്കെ എങ്ങനെ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിളിക്കുമെന്ന ചോദ്യവും മേയർക്ക് നേരെ ഉയരുന്നുണ്ട്. ഇന്ന് ഹരീഷ് പേരടി ഈ സംഭവത്തിൽ മേയർക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല, പലപ്പോഴും മേയർ പറഞ്ഞ പല കാര്യങ്ങളും ചീട്ടുകൊട്ടാരം പൊളിയുന്നത് പോലെ കള്ളത്തരങ്ങൾ പൊളിയുന്നത് നമ്മൾ കണ്ടതാണ്. എന്തിനിങ്ങനെ കള്ളം പറഞ്ഞ് കാര്യങ്ങൾ തന്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന ചോദ്യവും മേയറിന് നേരെ പലരും ഉയർത്തുന്നുണ്ട്. എന്തായാലും യദുവിന്റെ അമ്മ ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ചിലർ ഇത്തരത്തിലുള്ള ഈ പെരുമാറ്റങ്ങൾക്ക് നേരെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ നിലപാടുകൾക്ക് നേരെ, അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ഇത്തരം നിലപാടുകൾക്ക് നേരെ പൊതുജനം ഈ രീതിയിൽ പ്രതികരിച്ചാൽ മാത്രമേ ഇത്തരം നിലപാടുകൾക്ക് ഇവിടെ അവസാനമുണ്ടാവുകയുള്ളൂ. കണ്ണിൽ കാണുന്നവരെയൊക്കെ അധികാരത്തിന്റെ പേരിൽ ഇത്തരത്തിൽ അപഹസിക്കുന്ന ഒരു ഭരണാധികാരികളുടെ സമൂഹം ഇവിടെ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ അത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ശരിക്കുമുള്ള വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.